പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ, കേരളത്തിലെ എറണാകുളം. അഡ്രസ്സൊക്കെ പറയണ വേറെ ഒന്നുമല്ല, ഇനി നമ്മളെ വല്ല തീവ്രവാദിയോ ഉഗ്രവാദിയൊക്കെ ആക്കണമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോപ്പ്, എന്താ പറയുക, ഒരു വിശ്വാസം, മുന്നോട്ടുള്ള ഒരു വിശ്വാസം നമ്മളെ വർദ്ധിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് കോക്രോച്ച് പാർട്ടി എന്ന പാർട്ടിയുടെ ഈ 1.5 മാസം കൊണ്ടുണ്ടായ ഒരു പാർട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജെൻസി മൂവ്മെൻ്റാണ്. ജെൻസി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല ജനറേഷൻ ഉണ്ടല്ലോ. 1901 മുതൽ പല ജനറേഷൻസ് ഉണ്ട്. ഗ്രേറ്റ് ജനറേഷൻ, സൈലൻറ്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ എന്നോ അല്ലെങ്കിൽ മില്ലേനിയം ജനറേഷൻ എന്നോ, പിന്നീട് ജനറേഷൻ ഇസഡ്, ജനറേഷൻ ആൽഫ, 2024 മുതൽ ജനറേഷൻ ബീറ്റേൺ. ഞാനൊക്കെ ജനറേഷൻ എക്സിൽ പെട്ട ആൾക്കാരാണ്. 1965 മുതൽ 80 വരെ ജനിച്ച ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജനിച്ചതല്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ, യുവജനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആണെന്നാണ് തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. ജെൻസി എന്ന് പറഞ്ഞാൽ ജനറേഷൻ കണക്റ്റഡ് എന്നാണ്. അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റ് ജനറേഷനാണ്. ഏകദേശം 2012, 2014 മുതൽ ലോകത്തുള്ള എല്ലാവരും കണക്റ്റഡ് ത്രൂ സോഷ്യൽ മീഡിയ, എന്തോ ആയിക്കോട്ടെ. ജെൻസി എന്ന് പറഞ്ഞ അർത്ഥം പ്രായം വെച്ചല്ല, ജനറേഷൻ കണക്റ്റഡ് എന്നാണ്. അതിപ്പോൾ 60 വയസ്സുള്ള ആൾക്കാർക്കും ഈ പറയുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന 4-5 വയസ്സുള്ള ആൾക്കാർ വരെ ജെൻസിയാണ്. അപ്പോൾ ജെൻസി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി ഒരു സമരം നടത്തി, അതിൽ റിസൾട്ട് വന്ന്, അവർ പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു റിസൾട്ട് വന്ന്. ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു 10-13 വർഷത്തിനുള്ളിൽ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് രാജ്യത്തിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചേക്കണേ. അതിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്ന തകർച്ചകൾ മുഴുവനും അയാൾ നേരിട്ട് ചെയ്തെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും വീഴ്ചകളും പാളിച്ചകളൊക്കെ വന്ന് ആ ഗവൺമെൻറ്റിൻ്റെ 2024 ഒരു എന്താ പറയുക, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അവർ കുറേ ഒബ്സർവേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തില്ല. പിന്നീട് 25-ലും 26-ലും ഒക്കെ വന്ന് പിള്ളേരൊക്കെ കുറേ ആത്മഹത്യ ചെയ്തു. വർഷങ്ങളായിട്ട് കുറേ കുട്ടികൾ മരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ജനറേഷൻ. രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യുവത്വത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലാണ്. അപ്പോൾ അവരുടെ ജീവിതം അനിശ്ചിതമാക്കുന്ന രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് രാജിവെക്കാന്ന് പറയുന്നത് ഏതൊരു പൗരനും അവൻ്റെ കടമയായി കണ്ട് രാജിവെക്കണം. അത് അന്നേരം തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് കൈയടിച്ച് അഭിനന്ദിച്ചാണ്. പക്ഷേ കുറച്ച് ലേറ്റ് ആണെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതിനുവേണ്ടി പാറ്റ പാർട്ടി വേണ്ടി വന്നു എന്നുള്ളതാണെങ്കിലും അതിനൊരു വിജയമുണ്ടായിരിക്കുന്നു. ആ വിജയത്തിൽ രാജ്യത്തുള്ള എല്ലാ ജനാധിപത്യ സ്നേഹികളും അല്ല എല്ലാ ജനങ്ങളും സന്തോഷിക്കുന്നു. അതിനൊപ്പം ഞാനും ചെയ്യുന്നു. അവരുടെ സമരത്തിന് രാജ്യത്തുള്ള ഏകദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് എല്ലാ കോർണറിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു. വിദേശത്ത് ജോലി ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തു. അതുപോലെ സോണം വാങ്ചുക്ക് പോലെയുള്ള വലിയ വലിയ ആൾക്കാരും 10-25 ദിവസം നിരാഹാരം കിടന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു, ഐക്യദാർഢ്യം കാണിച്ചു. കോൺഗ്രസ് പാർട്ടി അവരുടെ സമരപന്തലിൽ വന്നില്ലെങ്കിലും അവസാനം പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. അതും ഒരു സപ്പോർട്ട് തന്നെയാണ്. അവർക്ക് വേണ്ടി നിലനിന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉത്തമ വിജയം ആയി ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് ആശ നൽകുന്നു. നമ്മുടെ ഭാവി, എൻ്റെയൊക്കെ ഭാവിയൊക്കെ ഇനി വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇന്ത്യയുടെ അടുത്ത ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷന് ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഹോപ്പ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടേക്കുന്നത് 2013 അണ്ണാ ഹസേരയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജൻ ലോക്പാൽ ബില്ലിന് വേണ്ടി അഴിമതിക്കെതിരെയുള്ള ഒരു വലിയൊരു സമരമാണ്. അന്ന് ഒരു ജെൻസിയുടെ തുടക്കമാണെങ്കിലും അത്ര വലിയ കാര്യമായിട്ട് ആ കാലഘട്ടത്തിൽ സോഷ്യൽ നെറ്റ്വർക്കൊന്നും ഇല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങളും, A to Z മാധ്യമങ്ങളും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ജനങ്ങളിലോട്ട് എത്തിച്ചു. ചർച്ചകൾ നടന്നു, ലൈവ് ടെലികാസ്റ്റ് വരെ നടന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിലിരുന്ന BJPയിലെ എല്ലാ നേതാക്കളും, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി, അന്ന് ചീഫ് മിനിസ്റ്ററാണ്, ഇവരൊക്കെ എല്ലാവരും അണ്ണാ ഹസാരയുടെ ആന്തോളനം വളരെയധികം സപ്പോർട്ട് ചെയ്തു. പാർലമെൻറ്റിൽ ചർച്ചകൾ നടന്നു, വളരെ നീണ്ട ഗംഭീരമായ ചർച്ചകൾ നടന്നു. അതെല്ലാം ജനങ്ങളെല്ലാം കണ്ടു. നാച്ചുറലി അതിൻ്റെ റിസൾട്ട് 2014 വന്ന ഇലക്ഷനിൽ നമ്മളെല്ലാവരും കണ്ടു. 10 വർഷം കണ്ടിന്യൂസ് ഭരിച്ചുകൊണ്ടിരുന്ന UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ ദയനീയമായി തോറ്റുപോയി. അവരുടെ പാർലമെൻറ്റിൽ അംഗസംഖ്യ വെറും 44 കുറഞ്ഞു. അപ്പോൾ ഏത് രീതിയിലായാലും സമരം വന്നാൽ വിജയിക്കാറുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 12 വർഷം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ആകെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് നടന്നത്
കർഷകരുടെ സമരമാണ്. അവർ 1.5 വർഷത്തോളം സമരം എടുത്തിട്ട് അവസാനം ഭരിക്കുന്ന സർക്കാരിന് അവർ കൊണ്ടുവന്ന 3 നിയമങ്ങളും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നടക്കുന്നത്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് നേരിട്ട് മന്ത്രിമാർക്ക് ബാധിക്കണില്ലെങ്കിലും മോറൽ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏറ്റെടുത്തിട്ട് രാജിവെക്കാന്ന് പറഞ്ഞാൽ നല്ല മാതൃകയാണ്. അതൊക്കെ ലാൽ ബഹാദൂർ ശാസ്ത്രി 1956 ആദ്യമായിട്ട് രാജ്യത്തെ ജനങ്ങളെ കാണിച്ചു തന്ന. അതിനുശേഷം പലരും രാജിവെച്ചിട്ടുണ്ട്. കൃഷ്ണമേനോൻ, അങ്ങനെ പലരും. ഈവൻ BJPയുടെ തന്നെ സർക്കാർ വാജ്പേയിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. കോഫിൻസ് ഖാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മാറ്റി നിർത്തിയോ രാജിവെക്കുകയോ എന്തോ ചെയ്തു. അന്നേരം ആ സമയത്ത് അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു, മെഡിക്കലി അത്ര നല്ല കണ്ടീഷനിലായിരുന്നില്ല. എന്തായാലും പുള്ളിനെ മാറ്റിയായിരുന്നു. പക്ഷേ 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാരിൻ്റെ മോദിയുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിലുണ്ട് ഇതുവരെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സ്കാൻഡലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ തീവ്രവാദി ആക്രമണങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പത്താംകോട്ട്, പേൽഗാവ്, പുൽവാമ, അങ്ങനെ എന്തൊക്കെ അവിടെ എല്ലാം ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ട്, ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ പേരും വെച്ചിട്ട് ആഭ്യന്തരമന്ത്രിയോ രക്ഷാമന്ത്രിയോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററോ രാജിവെച്ചിട്ടില്ല. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന UPA ഗവൺമെൻറ്റിൽ ബോംബെയിൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു സൂചനയാണ്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം അഭിമാനത്തോടെ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണെന്നുള്ളതാണ്. പക്ഷേ അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചേക്കുന്ന ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിലെ ജനങ്ങളാണ് രാജാവ്, അവരാണ് ഏറ്റവും വലിയത്. ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, അവരെ സേവിക്കാൻ അവരുടെ സേവകരായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന MP-മാരും MLA-മാരും. അവരാണ് ഈ മന്ത്രിയും എല്ലാമായിട്ട് വരുന്നത്. അവർ രാജാവിനെ പോലെ നമ്മളെ ഭരിക്കുകയല്ല വേണ്ടത്, ജനങ്ങളുടെ സർവൻ്റായിട്ട് ജനങ്ങളെ സേവിക്കുക വേണ്ടത്. അത് എന്തുകൊണ്ടോ നൂറ്റാണ്ടുകൾ നമ്മൾ പല പല ആൾക്കാരുടെ അണ്ടറിലായി അടിമകളെ പോലെ ജീവിച്ചത് കൊണ്ടുള്ള കുഴപ്പമാണ്. നമ്മളുടെ എന്താ പറയുക DNA-യിൽ അത് അരിഞ്ഞു തരുന്നേക്കണേ. കുറേ നാൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു നമ്മൾ. അതിനു മുമ്പ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടിമകളായിരുന്നു. അതിനു മുമ്പ് പല പല രാജാക്കന്മാരുടെ അണ്ടറിലുള്ള പ്രജകളോ അല്ലെങ്കിൽ അടിമകളോ ആയിരുന്നു. അവർ തമ്മിലങ്ങാടും അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഭൂവിഭാഗം ഉണ്ടായത് തന്നെ ആദ്യം മുഗൾമാർ വന്ന് കുറേ യുണൈറ്റഡ് ആക്കി. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നിട്ട് മൊത്തം വലിയൊരു രാജ്യമായി എല്ലാം കൂടി ഒരു അണ്ടർ വൺ അമ്പറിൽ അവർ ചെയ്തു. അങ്ങനെ പിന്നീട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ വന്നു, വളരെ ശക്തമായ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ, നമ്മുടെ പൂർവികർ അവരുടെ ജീവിതം ബലി നൽകി. വെടിവെച്ചവരെ കൊന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ജാലിയൻവാലാ ബാഗ് പോലുള്ള പല കാര്യങ്ങളും. എന്തോരം നമ്മുടെ പൂർവികരോടാണ് അവരുടെ സ്വന്തം ലൈഫ് കളഞ്ഞ് സമരം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നത്. ഇപ്പോഴുള്ള ഈ പറയുന്ന ജനറേഷൻ CEO അല്ലെ ജെൻ CEO അവരുടെയൊക്കെ വിചാരം ഇതിനൊക്കെ നമുക്ക് എന്ത് കാര്യം എന്നുള്ള രീതിയിൽ അനങ്ങാണ്ടിരിക്കണേ. അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എന്നെ പോലെയുള്ള ഒരു ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമരം അങ്ങനെയല്ല. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അറിയാം, പ്രതിഷേധിക്കും. വളരെ ബ്രൂട്ടലായിട്ട് അവരെയൊക്കെ എന്താ പറയുക തല്ലണതും മൃഗീയമായി പീഡിപ്പിക്കുന്നതും പെലറ്റ്സ് വരെ വെടിവെക്കുന്നതും എന്താ പറയുക എക്സ്പയർ ആയിട്ടുള്ള ഇയർ ഗ്യാസ് ഉപയോഗിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. പ്രോപ്പറായിട്ട് യൂണിഫോം ഇല്ലാത്തവരും പിന്നെ യൂണിഫോം ഇല്ലാതെ ഗുണ്ടകളായിട്ടുള്ളവരും ഒക്കെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്നത് കണ്ടതാണ്. സെക്ഷലായിട്ട് മോളസ്റ്റ് ചെയ്യണത് കണ്ടതാണ്. അതുപോലെ തന്നെ സമരം നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ ഒരു ട്രക്ക് കല്ല്, പിന്നെ തല്ലി പൊളിഞ്ഞ കുറേ വണ്ടികൾ, ഇതൊക്കെ തലേദിവസം തന്നെ കൊണ്ട് പാർക്ക് ചെയ്യണതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ജഡ്ജി പറഞ്ഞത് അതിൻ്റെ എവിഡൻസ് ആയിട്ടുള്ള അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് മൈ ടൈം. എൻ്റെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതെ സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞു. പിന്നീട് പുള്ളി അത് തിരുത്തി. പെറ്റീഷനല്ല വന്നത്, ഒരു പെറ്റീഷൻ വന്നിരുന്നു വെച്ചെങ്കിൽ ആക്ഷൻ എടുക്കണമായിരുന്നു. പെറ്റീഷനല്ല, ഒരു എന്താ പറയുക ഒരു അപ്പീലാണ് വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, രാജ്യത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതി ഒരു പെറ്റീഷനോ ഒരു ഹർജിയോ ഒന്നുമില്ലാതെ വെറുതെ വാർത്തകൾ മാത്രം കണ്ടിട്ട് നേരിട്ട് ആ കാര്യത്തിൽ ഇടപെട്ടിട്ട് കേസ് എടുപ്പിക്കുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന സർക്കാരിന് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനെ കൊണ്ടിട്ട് സുപ്രീം കോടതി നേരിട്ട്, അതുപോലെ തന്നെ ഹൈക്കോടതികൾ നേരിട്ട് ഒരു അപ്പീലും ഇല്ലാണ്ട് ആക്ഷൻ എടുക്കാറുണ്ട്. ഇത് ഡൽഹിയിൽ ജന്തർ മന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ മുക്കിന് താഴെയുള്ള സ്ഥലമാണ്. ഏതായാലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന് ഈ സമയത്ത് അഭിനന്ദിക്കണേന്. അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാലും രാജ്യത്തെ യുവജനങ്ങളെയും എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പാറ്റകളെന്നോ ഇൻസെറ്റെന്നോ ഒക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് തിരുത്തിയെങ്കിലും അത് കേട്ട ഇവിടെയുള്ള ജനറേഷൻ സി റിയാക്ട് ചെയ്തു. അവർ
പാറ്റ ജനതാ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തുടങ്ങി. സർക്കാർ അതിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അവർ വേറെ തുടങ്ങി. അവസാനം അതൊരു വലിയ പ്രസ്ഥാനമായി മാറി. അവർ വളരെ പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. സോണം വാങ്ങിച്ചെങ്കിനെ പോലെയുള്ള ആൾക്കാർ വന്ന് അവിടെ 10-25 ദിവസത്തോളം, എന്താ പറയുക, 20 ദിവസത്തോളം പുള്ളി അവിടെ തന്നെ നിരാഹാര സത്യാഗ്രഹം നടത്തി. ഗവൺമെൻറ് തിരിഞ്ഞു നോക്കില്ല. സാധാരണ ആൾക്കാർ എന്തെങ്കിലും ആവശ്യം വെച്ചിട്ട് സമരം ചെയ്യുമ്പോഴോ നിരാഹാര സത്യാഗ്രഹമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏത് കാലത്തും ഏത് സമയത്തും സർക്കാർ അവരായിട്ട് ഡിസ്കഷനെ വിളിച്ച് സംസാരിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കൊടുക്കും. അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. പക്ഷേ അവർ മൈൻഡ് ചെയ്യാണ്ട് വിട്ടു. നാച്ചുറലി അവർ പാർലമെൻറ്റ് തുടങ്ങുന്ന ദിവസം പാർലമെൻറ്റിലോട്ട് മാർച്ച് ചെയ്തു. മാർച്ച് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചു, കൊടുത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കിട്ടത്തില്ല. BJP ആയാലും രാജ്യത്തുള്ള ഏത് പാർട്ടി ആയാലും പെർമിഷൻ എടുത്തിട്ടൊന്നുമല്ല ഈ പറയുന്ന മാർച്ചും കാര്യങ്ങൾ നടത്തണം. ഒരു കാലത്തും പെർമിഷൻ എടുത്തിട്ട് ഒരു മാർച്ചും നടന്നിട്ടില്ല. നിയമങ്ങൾക്ക് എതിരായിട്ടാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ പോയിട്ട് ഉപ്പ് സത്യാഗ്രഹവും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തിയിട്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്നേരം ഈ പറയുന്ന പോലെ ബ്രിട്ടീഷുകാർ ഇവിടെ നിരോധനാജ്ഞയും കുന്തമൊക്കെ ഉണ്ടായിരുന്നു. പോയിട്ട് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നു. രാജ്യത്തിന് വേണ്ടിയിട്ട് എത്ര കൊല്ലങ്ങളോളം ഈ നെഹ്റുവും ഗാന്ധിയും പട്ടേലും എല്ലാവരും ആ സമയത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്, തല്ലും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പറയുന്ന പോലെ മാർച്ചുകളും എന്താ പറയുക സമരങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഈ പറയുന്ന നിയമങ്ങൾ ലംഘിച്ച് തന്നെയാണ് സമരം നടത്തുന്നത്. അപ്പോൾ അവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ബ്രൂട്ടലായിട്ട് അവരെ അറ്റാക്ക് ചെയ്തു. അതൊക്കെ സാധാരണ നടക്കാറുള്ളതാണ്. പക്ഷേ അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മളെല്ലാം ആത്മാഭിമാനത്തോടെ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതിനൊരു 4 പില്ലറുണ്ട്. അതിൻ്റെ ഒരു പില്ലറാണ് മാധ്യമങ്ങൾ. അണ്ണ ആന്തോലൻ 24 hour ലൈവായിട്ട് കാണിച്ച മാധ്യമങ്ങൾ ഇപ്പം നടന്ന കോക്രോച്ച് സമരം കാണിച്ചേ ഇല്ല എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചില്ല. അവർ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്തുള്ള എല്ലാ മാധ്യമങ്ങളും either കോർപ്പറേറ്റ്സിൻ്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ സംഘപരിവാർ കൺട്രോളിലാണ്. അവരൊക്കെ സർക്കാർ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കാതെ അവർ ചെയ്യുന്ന എല്ലാത്തിനും ന്യായീകരിക്കാനും അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പച്ചക്കള്ളങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് നാട്ടുകാരെ എന്താ പറയണ വർഗീയമായിട്ട് തരംതിരിക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ ആരെന്ത് സമരം ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം തീവ്രവാദി, ഉഗ്രവാദി, ഇതാണ് പറയണത്. എത്ര ജനുവനായിട്ട് കേസിന് സമരം, ഇപ്പോൾ കർഷകർ സമരം ചെയ്തപ്പോഴും അവരെല്ലാവരും കംപ്ലീറ്റ് തീവ്രവാദികളായിരുന്നു. ഇപ്പോൾ ഈ ജെൻസി അല്ലെങ്കിൽ എന്താ പറയുക കോക്രോച്ച് പാർട്ടി സമരം ചെയ്തപ്പോഴും ഈ പറയുന്ന സോ കോൾഡ് ഗോദി മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം ഭീകരവാദികളും ഉഗ്രവാദികളുമാണെന്നാണ്. അവർ സത്യം പുറത്തു കൊണ്ടുവരേണ്ട ആൾക്കാരാണ്. ഇപ്പോൾ അവർ ജെൻസി എന്ന് പറയുന്ന ആ ജനറേഷൻ സി വെറുത്തു എന്നുള്ളതാണ്. അവർ സത്യം കാണിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ബയോസായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് അവിടെ കാണിച്ചത്. കഷ്ടം തന്നെ. അതായത് 4th പില്ലർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4th പില്ലറായ മാധ്യമങ്ങൾ ഇല്ല. ദേ ഓൾ ആർ സോൾഡ് ഔട്ട്. 2ാമത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് മൈ ടൈം. ഇവിടെയുള്ള കംപ്ലീറ്റ് യൂത്ത്സ് കോക്രോച്ച് പോലെയാണ്. പുള്ളി പിന്നീട് അതിനെ ന്യായീകരിച്ചു, അതെനിക്ക് കൺവിൻസ് ആയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ജുഡീഷ്യറി അതുപോലെയാണ്. 3ാമതെന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റ്സ് ആണ്. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ, IAS IPS അങ്ങനെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ജുഡീഷ്യറി ആയാലും ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിലും അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു സെർവ് ദ നേഷൻ, സെർവ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന ജഡ്ജിമാരിക്കും ഈ പറയുന്ന ബ്യൂറോക്രാറ്റിന് ശമ്പളം കൊടുക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ജഡ്ജിമാരായിക്കോട്ടെ എല്ലാവർക്കും അവരുടെ ശമ്പളവും അവരുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളാണ്. അല്ലാണ്ട് ഒരു സർക്കാരും അവർക്ക് ശമ്പളം കൊടുക്കാറില്ല. അതായത് ഈ പറയുന്ന 3 പില്ലർ ജുഡീഷ്യറി, മീഡിയ, മാധ്യമങ്ങൾ, ബ്യൂറോക്രാറ്റ്സ് 3ഉം ഇല്ല. 4ാമതെന്ന് പറഞ്ഞാൽ ലെജിസ്ലേഷനാണ്. അതായത് ജനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന, വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ, അവരും ബയോസാണ്. അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർ ജനങ്ങളുടെ സെർവൻ്റാണ്, ജനങ്ങളെ സേവിക്കാനുള്ളവരാണ്. പക്ഷേ അവരങ്ങനെയല്ല ചെയ്യണം, ജനങ്ങളെ ഭരിക്കാനാണ് നോക്കണം. അവർ ഈ പറയുന്ന 4 കൂട്ടങ്ങളും അവർ രാജാക്കന്മാരാണ്, ജനങ്ങളെയൊക്കെ ഭരിച്ചു കളയാം. ചില പേരൊന്നും എടുത്ത് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന നമ്മുടെ മെൻറ്റാലിറ്റി മാറിയിട്ടില്ലെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ തന്നെയുള്ള ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി, യൂണിയൻ മിനിസ്റ്ററാണ്, MP ആണ്. അദ്ദേഹം പ്രജകളാണെന്നൊക്കെ പറയണം. പ്രജ എന്താണെന്നും പൗരൻ എന്താണെന്നും ഉള്ള വ്യത്യാസം ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല. എന്ന് മനസ്സിലാവുന്ന ദൈവത്തിന് മാത്രം അറിയാം. അപ്പം 4 ഈ പറയുന്ന അവർ രാജാവായിട്ട് നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാർ നമ്മളെ ഭരിക്കുക. അവർ പറയണം കേട്ടോണം. അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ തീവ്രവാദി, ഉഗ്രവാദി, അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക ഫണ്ട് ചെയ്യുന്നു, പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്നു, ചൈന ഫണ്ട് ചെയ്യുന്നു എന്ന് പറയും. അതും അല്ലെങ്കിൽ ഇത്തിരി അത്യാവശ്യം പൈസയും കാര്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ വീട്ടിലോട്ട് ED യും CBI ഒക്കെ വന്ന് അന്വേഷണം നടത്തും.
ഇപ്പം ഈ തെരഞ്ഞെടുത്ത് ഇപ്പം നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് വിട്ടു, അവരെ പർച്ചേസ് ചെയ്യുകയാണെന്നേ. പിന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? നമ്മളൊരു സ്ഥാനാർത്ഥിനെ ഇന്ന പാർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഓപ്പോസിറ്റായിട്ട് നിന്ന പാർട്ടിയിലോട്ട് കാലുമാറണേ. അതിന് പല രീതിയിൽ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഇഡിയും CBI റെയ്ഡ് നടത്തി പേടിപ്പിച്ചിട്ട് അങ്ങനെ കുറേ ആൾക്കാർ മാറുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ചില സമയത്ത് ചിലവരൊക്കെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. പലരെയും കൊന്നതൊക്കെ കണ്ടല്ലേ. ഇപ്പോൾ ആ പിടിച്ച വാങ്ചുങ്ങിനെയും പിടിച്ചിട്ട് ലഡാക്കിന് വേണ്ടിയിട്ട് അയാൾ സമരം ചെയ്ത് പിടിച്ച് അകത്തിട്ടതാണ്. അവസാനം സുപ്രീം കോടതി എന്തിനാണ് അകത്തിട്ടേക്കണെന്ന് ചോദിച്ച് പുറത്ത് വിട്ടതാണ്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും കുറേ നാൾ ജയിലിൽ കിടന്നതാണ്. ഗ്യാൻ സാമിനെ പോലെയുള്ള സാമൂഹിക പ്രവർത്തകരൊക്കെ ജയിലിൽ കിടന്ന് മരിച്ചതാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജെൻസി ആയിക്കോട്ടെ, ജെൻസി എന്ന് പറയപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി ആയിക്കോട്ടെ, പാറ്റ പാർട്ടി ആയിക്കോട്ടെ, ഒരു സമരം നടത്തി അതിൽ രാജ്യത്ത് മുക്കുമൂലയിലുള്ള എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്തു. ഗത്യന്തരമില്ലാതെ നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇടതുപക്ഷ പാർട്ടികളൊക്കെ അവരുടെ സമരഭൂമിയിൽ തന്നെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും കാണാമായിരുന്നു. അവരുടെ ജനപ്രതിനിധികളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. മറ്റുള്ള പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ആ ഭാഗത്തോട്ട് പോയില്ലെങ്കിലും അവസാന നിമിഷങ്ങളിൽ ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയുടെ വീട്ടിലോട്ടൊക്കെ മാർച്ച് നടത്തിയൊക്കെ കണ്ടതാണ്. അതൊക്കെ ഗതികെട്ടുള്ള ഒരു സംഭവമാണ്. എന്തായിക്കോട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇന്ത്യ ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നിലയിലോട്ടുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുടരട്ടെ. ഈ മുന്നേറ്റം പൂർണ്ണ രീതിയിൽ തുടരട്ടെ. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ പുറത്താക്കാനോ അങ്ങനെയൊന്നുമല്ല, പുതിയ ആൾക്കാരെ കൊണ്ടുവരാനോ അല്ല. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഇവർ നന്നായിട്ട് ഭരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഓരോ പൗരൻ്റെയും ധർമ്മം. BJP മാറ്റി കോൺഗ്രസിനെ കൊണ്ടുവരാനല്ല സമരം വേണ്ടത്. BJPയിൽ ആൾക്കാർ ഭരിക്കുന്നുണ്ട്, അതിൽ ആർക്കെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച് സമരം എടുക്കുക, അവരെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് ജനാധിപത്യം. അല്ലാണ്ട് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അതുപോലെയുള്ള ഏതെങ്കിലും ഓപ്പോസിഷൻ പാർട്ടിക്കോ ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന് ഏതോ ഒരു നേതാവ് കാലെ പിടിച്ച് വലിച്ച് താഴെ ഇടുന്ന പോലെ അതല്ല രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്തം. രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തോടെ കുറേ ആൾക്കാരെ വോട്ട് ചെയ്ത് നമ്മളെ സർവ് ചെയ്യാൻ, നമ്മളെ സേവിക്കാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. അവർ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുക, കേട്ടില്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക, എന്നിട്ട് അവരെ തിരുത്തുക. അങ്ങനെ ഒരു സംഭവമാണ് നടന്നേക്കുന്നത്. അത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇത്രയും വലിയ എന്താ പറയുക, സാംസ്കാരികമായിട്ട് വളരെ വ്യത്യസ്തമായി നൂറുകണക്കിന് ലാംഗ്വേജുള്ള, കളറും എല്ലാം വ്യത്യാസമുള്ള, ജാതി മത വ്യത്യാസമുള്ള രാജ്യത്തിൻ്റെ ഭാവി അതിലാണ്. ഈ നാനാത്വത്തിൽ സമത്വം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഡിഫറൻ്റാണ്. സൗത്ത് ഇന്ത്യയിൽ ഇരിക്കണവരും നോർത്ത് ഇന്ത്യയിൽ ഇരിക്കണവരും തമ്മിൽ ഭാഷയിലോ സംസ്കാരത്തിലോ ഒരു ബന്ധമില്ല. അതുപോലെ ഈസ്റ്റിലും വെസ്റ്റിലും ഇരിക്കണവർക്ക് തമ്മിൽ ഒരു ബന്ധമില്ല. ബട്ട് വി ആർ കണക്റ്റഡ്. അതാണ് ജെൻസി. ഞാൻ മനസ്സിലാക്കി, ഞാനൊരു MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആളാണ്. ഞാൻ പഠിച്ചേക്കണനുസരിച്ചിട്ട് ഞാൻ കണ്ടേക്കണ ഏറ്റവും ദി ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ. അപ്പോൾ അത് പറഞ്ഞേക്കണത് ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഈ ലോകം അല്ലെങ്കിൽ ഭൂമി എർത്തെന്ന് പറഞ്ഞ സാധനം കുറേ നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇല്ലാണ്ടായി പോകുന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതുവരെ ഇന്ത്യയായിട്ട് ഒരേപോലെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ അകത്ത് ജാതി മതവും രാഷ്ട്രീയവും ഒന്നും വരരുത്. ഇവിടെ കൺട്രിയുണ്ട്, കൺട്രിയിലെ ജനങ്ങളുണ്ട്. അവരെ സേവിക്കുകയാണ് ഈ പറയണ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ്സിനാണെങ്കിലും ബ്യൂറോക്രാറ്റീസിനാണെങ്കിലും ജുഡീഷ്യറിക്ക്. അവരുടെ പർപ്പസ് അതാണ്. അവർക്ക് ശമ്പളം കൊടുത്തത് നമ്മൾ നിർത്തിയേക്കണേ. എന്താ പറയുക, ലെജിസ്ലേറ്റീവ്സിനെ മാത്രമേ ഉള്ളൂ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ബ്യൂറോക്രാറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ച് പാസ്സായിട്ട് പരീക്ഷയ്ക്ക് പാസ്സായിട്ട് വരണതാണ്. പക്ഷേ അവർ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അവർ സെർവ് ചെയ്യേണ്ടത്, അവർ ശമ്പളം കൊടുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറി, അത് ചീഫ് ജസ്റ്റിസ് ആയാലും ഏതെങ്കിലും ലോവർ കോർട്ടിലെ ജഡ്ജി ആയാലും അവനും പണിയെടുക്കേണ്ടത് രാജ്യത്തെ ജനങ്ങൾക്ക് നീതിയും അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ വേണ്ടിയല്ല, യൂണിയൻ മിനിസ്റ്റർക്ക് വേണ്ടിയല്ല. ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സോ അവരാദ്യം ചിന്തിക്കേണ്ടത് ദേ ആർ നോട്ട് സ്ലേവ് ഓഫ് ദി റൂളിംഗ് ഗവൺമെൻറ് അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടി. അവർ പഠിച്ച കാര്യം ജനങ്ങളുടെ നല്ലതിന് വേണ്ടി നടപ്പാക്കുക എന്നുള്ളതാണ്. അവർക്ക് നോ പറയാം, പൂക്കൃതരം ചെയ്യാൻ പറഞ്ഞാൽ. പോലീസുകാർ ഈ പറയുന്ന പോലെ പൂക്കൃതരം കാണിക്കുന്നത്, അവർ പറഞ്ഞാൽ അതേപോലെ അടിമ പോലെ അവിടെ പോയിട്ട് അടിക്കണേണ്. ഇല്ല, ദിസ് ഈസ് നോട്ട് മൈ ഡ്യൂട്ടി. പോലീസ് എന്ന് പറഞ്ഞാൽ, പോലീസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക, പ്ലസ് അതേപോലെ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ റൈറ്റ് അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവരുടെ മേളിലിരിക്കുന്ന സാർമാർ പറഞ്ഞാൽ അവരെ പോയി തല്ലാൻ പറഞ്ഞാൽ തല്ലുകയല്ല വേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ അരമണിക്കൂറായി, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഉറക്കം വരില്ല. അപ്പോൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനെന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, നോ പ്രോബ്ലം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ ഭാരത്.